കാട്ടാനകളെ പേടിച്ച് ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയിലായിരിക്കുകയാണ് ഇരിട്ടി കച്ചേരിക്കടവിലെ ജനങ്ങൾ. കഴിഞ്ഞ ദിവസം വീണ്ടും ജനവാസ മേഖലയിലെത്തിയ കാട്ടാനക്കൂട്ടം വ്യാപകമായ കൃഷിനാശമാണ് ഉണ്ടാക്കിയത്. കച്ചേരിക്കടവ് മുടിക്കയത്തെ ഇല്ലിക്കക്കുന്നേൽ ജോഷി, ഷിനു നടുവനത്ത്, കനകമ്മ എന്നിവരുടെ കൃഷിയിടത്തിലാണ് കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചത്. 20ഓളം തെങ്ങ്, കമുക്, വാഴ എന്നിവയും ജോഷിയുടെ വീട്ടുമുറ്റത്ത് ഉണ്ടായിരുന്ന നായയുടെ കൂടും കാട്ടാന തകർത്തു. ഇന്നലെ രാത്രി 2:30യോടെയാണ് സംഭവം. കൂട്ടത്തോടെ എത്തിയ കാട്ടാനകൾ മുന്നിൽ കണ്ട വിളകളെല്ലാം നശിപ്പിക്കുകയായിരുന്നു. ജോഷിയുടെ വീട്ടുമുറ്റത്തെത്തി ചിഹ്നം വിളിച്ച ആന ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. കഴിഞ്ഞ 2 ആഴ്ചയായി ഈ പ്രദേശത്ത് ചുറ്റിത്തിരിയുന്ന കാട്ടാനക്കൂട്ടം കശുമാവിൻ തോട്ടങ്ങളിലാണ് വ്യാപക കൃഷിനാശം വിതയ്ക്കുന്നത്. കശുവണ്ടികൾ മുഴുവൻ തിന്നു തീർക്കുന്ന ആനക്കൂട്ടം ഇപ്പോൾ തെങ്ങും കമുകും വാഴയും അടക്കം നശിപ്പിക്കുകയാണ്. സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ 100 ഏക്കറിന് മുകളിൽ വരുന്ന സ്ഥലം കാടുപിടിച്ചു കിടക്കുന്നത് ആനകൾ താവളമാക്കിയിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ മാസം ഈ പ്രദേശത്ത് വ്യാപകമായി തീ പിടിച്ചതോടെ കാട്ടാനകൾ കൂട്ടമായി കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയെന്നും നാട്ടുകാർ പറഞ്ഞു. മാസങ്ങൾക്ക് മുൻപ് ആത്മഹത്യ ചെയ്ത കർഷകൻ സുബ്രഹ്മണ്യന്റെ ഭാര്യ കനകമ്മയുടെ ആൾതാമസമില്ലാത്ത വീടിനു നേരെയും ആനയുടെ ആക്രമണമുണ്ടായി. വീടിന് സമീപത്തായി ഉണ്ടായിരുന്ന വിറകുപുരയും ബാത്റൂമിന് മുകളിൽ വലിച്ചു കിട്ടിയിരുന്ന ഷീറ്റും മുറ്റത്തെ വാഴയും ആന നശിപ്പിച്ചു. വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി ആനക്കൂട്ടത്തെ കാട്ടിലേക്ക് തുരത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. ഇന്നലെ രാത്രി ഒരു 2 മണിയോടുകൂടി കാട്ടാനക്കൂട്ടം ഇറങ്ങി എൻ്റെ പറമ്പിലും എൻ്റെ ഇരിക്കുന്ന ജോഷി എന്ന എൻ്റെ പറമ്പിലും എൻ്റെ അനിയൻ്റെ പറമ്പിലും വ്യാപകമായ നാശനഷ്ടം വരുത്തി. 10-25ഓളം തെങ്ങും തൈകളും, കായ്ച്ച 2 തെങ്ങ്, കമുക്, ധാരാളം വാഴകൾ ഇതെല്ലാം നശിപ്പിച്ചു. അതുപോലെ വീടിന് മുറ്റുന്നുണ്ടായിരുന്ന പട്ടിക്കൂട് തകർത്ത് കളഞ്ഞു. തൊട്ടടുത്ത താമസക്കാരായ നടുവത്ത് കനമ്മയുടെ വീടിൻ്റെ ഓടുകളും അതുപോലെ ഒരു വിറകുവര ഉണ്ടായിരുന്നതെല്ലാം നശിപ്പിച്ചു. അവരുടെ മുറ്റത്തുണ്ടായിരുന്ന കുറേ പ്ലാവ് അതുപോലെയുള്ള സാധനങ്ങളെല്ലാം നശിപ്പിച്ചു. ഭയങ്കരമായ നഷ്ടമാണ് ഞങ്ങൾക്ക് നേരിട്ടിരിക്കുന്നത്. ഒരു 2 മാസത്തോളമായി കശുമാവിൻ തോട്ടത്തിൽ നിന്ന് നമുക്ക് 1 അണ്ടി പോലും വെള്ളം കിട്ടുന്നില്ല. എല്ലാം ആന വന്ന് നശിപ്പിക്കുകയാണ്. അതുപോലെ ഞങ്ങളുടെ കുടിവെള്ളം പൈപ്പുകളെല്ലാം ആഴ്ചയ്ക്ക് 2-3 ദിവസം പൈപ്പ് മാറ്റിയിടേണ്ട സ്ഥിതി എല്ലാം ചവിട്ടി ഓടിച്ച് പറിച്ച് കളയുകയാണ്. ആകെ ഒരു ഭയങ്കരമായ ഒരു കഷ്ടപ്പാടിലെ ഭീകരാന്തരീക്ഷത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. സിൽവർ പമ്പ്സ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ, ISI ISO അംഗീകാരവും 5 സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പമ്പ്സ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു. സെൽഫ് പ്രൈമിംഗ് പമ്പ്സ്, സെൻട്രിഫ്യൂഗൽ, ഓപ്പൺ വെൽ, ബോർവെൽ, സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ. സിൽവർ പമ്പ്സ്, ഏവരും ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കുന്ന പമ്പ്.